ഈ കാണുന്ന ഈ ഒരു DVD പ്ലെയർ ഇത് ഞാൻ ആക്രി കടയിൽ നിന്നും 100 രൂപയ്ക്ക് വാങ്ങിയതാണ്. അപ്പോൾ ഈ ഒരു DVD പ്ലെയർ ഞാനിവിടെ വീട്ടിൽ കൊണ്ടുവന്നപ്പം ഈ ഒരു അവസ്ഥയിലായിരുന്നു. അങ്ങനെ ഞാനിത് അടിച്ചു നോക്കിയപ്പം ഉള്ളിലെ അവസ്ഥയാണ് ഈ കാണുന്നത്. ഉള്ളിലൊക്കെ നല്ല രീതിയിൽ തുരുമ്പായിട്ടുണ്ട്. പിന്നെ ബോർഡിലൊക്കെ മിക്ക കമ്പോണൻസിന് തുരുമ്പ് കയറിയിട്ടുണ്ട്. പിന്നെ നമ്മൾ ആക്രി കടയിൽ ഇങ്ങനെയുള്ള ഇലക്ട്രോണിക് സാധനങ്ങളൊക്കെ മേടിക്കാൻ ചെല്ലുമ്പം അവർ പറയുന്ന വില എത്രയാണോ ആ ഒരു വിലയ്ക്ക് നമ്മൾ മേടിച്ചുകൊണ്ട് പോരുക, അത്രയൊക്കെ പറ്റുള്ളൂ. അടിച്ചു നോക്കാനോ ഇതിൻ്റെ ഉള്ളിലെ അവസ്ഥ എങ്ങനെയാണെന്ന് നോക്കാനൊന്നും അവർ സമ്മതിക്കില്ല. അപ്പോൾ ഇനി നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് ഇതെല്ലാം അടിച്ച് സെപ്പറേറ്റ് ആക്കി എല്ലാം കഴുകി ക്ലീൻ ആക്കാൻ പോവുകയാണ്. അതുപോലെ ഈ DVD പ്ലെയർ ആക്രി കടയിൽ നിന്ന് മേടിച്ചപ്പം എൻ്റെ മനസ്സിൽ 2 പ്ലാനായിരുന്നു. ഒന്നെങ്കിൽ നമുക്കിത് റെഡിയാക്കി എടുത്ത് ഇതിൻ്റെ റീസ്റ്റോറേഷൻ വീഡിയോ, അത് നടന്നില്ലെങ്കിൽ ഇതിൻ്റെ ഒരു ക്യാബിനറ്റിൽ നമ്മൾ ക്ലാസ് ഡി ആംപ്ലിഫയറൊക്കെ ഉപയോഗിച്ച് നമ്മളൊരു ആംപ്ലിഫയർ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു അവസ്ഥയിലാണ് ഇതിൻ്റെ ബോർഡിലെ മിക്ക കമ്പോണൻസൊക്കെ ഈ കാണുന്ന രീതിയിൽ തുരുമ്പെടുത്ത് പോയിട്ടുണ്ട്. ഈ കാണുന്ന ആംപ്ലിഫയർ ICയുടെ മുകളിലുള്ള ഹീറ്റ് സിങ്ക് ആണ്. ഇതൊക്കെ ഈ രീതിയിലായി പോയി. അതുപോലെ ഈ ഒരു ബോർഡിലെ കമ്പോണൻസിൻ്റെ കാലുകൾ മിക്കതും തന്നെ തുരുമ്പെടുത്ത് പോയിട്ടുണ്ട്. അതിൽ ഈ കാണുന്നതാണ് ഫ്രണ്ട് പാനലിൽ വരുന്ന സ്വിച്ചുകൾ. അപ്പോൾ ഇതെല്ലാം തുരുമ്പെടുത്ത് പോയിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ റെഡിയാക്കി എടുക്കാനുള്ളതാണ്. അപ്പോൾ ഇനി അടുത്തടിച്ച് ചെയ്യാൻ പോകുന്നത് ഇതെല്ലാം അടിച്ച് സെപ്പറേറ്റ് ആക്കി എല്ലാം കഴുകി ക്ലീൻ ആക്കാൻ പോവുകയാണ്. എല്ലാം കഴുകി വൃത്തിയാക്കിയിട്ടാണ് നമ്മൾ ബാക്കി കാര്യങ്ങൾ ചെക്ക് ചെയ്യുന്നുള്ളൂ. മദർ ബോർഡും ഇതിൻ്റെ ഐലൻസ് വരുന്ന ആ ഒരു പോർഷൻ ഇത് രണ്ടും നമ്മൾ കഴുകുന്നില്ല. ബാക്കിയുള്ള എല്ലാം നമുക്ക് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുക്കാം. നമ്മുടെ ഭാഗ്യത്തിന് ഇതിൻ്റെ മദർ ബോർഡിൽ മാത്രം വലിയ തുരുമ്പ കാര്യങ്ങളൊന്നുമില്ല. ഇത് നമ്മൾ ടിന്നർ ഉപയോഗിച്ചാണ് ക്ലീൻ ചെയ്യുന്നത്. അപ്പോൾ ഇനി അടുത്തായിട്ട് നമ്മൾ ബാക്കിയുള്ള എല്ലാ പാർട്സും കഴുകി വൃത്തിയാക്കാൻ പോവുകയാണ്. അപ്പോൾ ഈ കഴുകിയ പാർട്സ് എല്ലാം നന്നായിട്ട് ഡ്രൈ ആക്കിയിട്ടാണ് നമ്മൾ വീണ്ടും ഉപയോഗിക്കാൻ പോകുന്നത്. അങ്ങനെ നമ്മളിവിടെ കഴുകി വൃത്തിയാക്കിയതെല്ലാം നല്ല രീതിയിൽ ഡ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. ഞാനിവിടെ ആദ്യമേ ചെക്ക് ചെയ്ത് നോക്കിയത് ഇതിൻ്റെ മദർ ബോർഡാണ്. മദർ ബോർഡ് ചെക്ക് ചെയ്തപ്പോൾ മദർ ബോർഡ് വർക്കിംഗ് ആണ്. മദർ ബോർഡ് ഓക്കെ ആണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 5 വോൾട്ട് സപ്ലൈ ആണ് കൊടുത്ത് നോക്കിയേക്കുന്നത്. മദർ ബോർഡ് കുഴപ്പമില്ലാതെ വർക്ക് ചെയ്യുന്നുണ്ട്. അതുപോലെ ഡിസ്ക് കിടുന്നതിൻ്റെ ഈ സൈഡ് അടന്നു പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നമ്മൾ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. അതുപോലെ ഡിസ്ക് ഓപ്പണും ക്ലോസും ആവുന്ന ഈ ഒരു മെക്കാനിസം വർക്ക് ചെയ്യുന്നതിൻ്റെ ഈ ട്രൈ ബെൽറ്റ്. അപ്പോൾ ഇതിൻ്റെ പുതിയ ബെൽറ്റ് ഒന്നും മേടിക്കാൻ കിട്ടാത്തതുകൊണ്ട് ഞാനിപ്പോൾ തൽക്കാലത്തേക്ക് റബ്ബർ ബാൻഡ് ഉപയോഗിച്ചാണ് സെറ്റ് ചെയ്തേക്കുന്നത്. ഇനി നമുക്ക് അടുത്തായിട്ട് ചെയ്യാനുള്ള ഇതിൻ്റെ ഈ ഒരു ഡിസ്ക് ഇടുന്ന ഈ ഒരു പോർഷൻ. അപ്പോൾ ഇതും കൂടി ഇതിലേക്ക് കറക്റ്റായിട്ട് ഈ ലോക്കിലേക്ക് സെറ്റ് ചെയ്ത് വെച്ചാൽ മതി. അതുപോലെ നമ്മൾ ഇതിലേക്ക് മദർ ബോർഡും കണക്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഈ ഒരു DVD പ്ലെയറിൻ്റെ ആംപ്ലിഫയർ സെക്ഷനും പവർ സപ്ലൈയും കൂടെ ഒറ്റ ഒരു ബോർഡിലാണ് വരുന്നത്. അപ്പോൾ ഇതിൽ കൂടുതലായിട്ടും കംപ്ലയിൻറ്റ് വന്ന് ആംപ്ലിഫയർ സെക്ഷനിലേക്ക് വരുന്ന കുറേ റെസിസ്റ്ററൊക്കെയാണ്. അപ്പോൾ ഇതിൽ നമ്മുടെ കയ്യിലുണ്ടായിരുന്ന സ്പെയർ പാർട്സൊക്കെ നമ്മൾ മാറിയിട്ടുണ്ട് അപ്പോൾ നിലവിൽ. പിന്നെ ഇതിൻ്റെ ഫ്രണ്ട് പാനലിൽ വരുന്ന ഈ 5 സ്വിച്ച് നമ്മൾ മാറിയിട്ടുണ്ട്. ഇത് കറക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നില്ലായിരുന്നു. അങ്ങനെ തുരുമ്പെടുത്ത് പോയ 5 സ്വിച്ചുകളും മാറിയിട്ട് നമ്മൾ പുതിയ സ്വിച്ചുകൾ ഇട്ടിട്ടുണ്ട്. അതിൽ ഇതിൻ്റെ കുറച്ച് കംപ്ലയിൻറ്റുകളൊക്കെ പരിഹരിക്കുന്ന വീഡിയോ നമുക്ക് എടുക്കാൻ പറ്റിയില്ലായിരുന്നു മഴയെ കാരണം. അങ്ങനെ ഞാൻ ഇതിൻ്റെ ഐലൻസൊക്കെ ക്ലീൻ ചെയ്ത് ഇപ്പം വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിൽ നമ്മൾ അടിച്ചെടുത്ത എല്ലാ സ്പെയറുകളുടെയും കംപ്ലയിൻ്റ് എല്ലാം പരിഹരിച്ച് നമ്മളിപ്പം ഫൈനലായിട്ട് ഈ രീതിയിലാക്കി എടുത്തിട്ടുണ്ട്. ഈ DVD ഇത് വർക്ക് ചെയ്ച്ചൊരു കാണിക്കാം. പിന്നെ അത് നമ്മൾ ഡിസ്കിട്ടാണ് വർക്ക് ചെയ്തേക്കുന്നത്. അപ്പോൾ ഈ ഒരു DVD പ്ലെയർ നമുക്ക് ആക്രി കടയിൽ 100 രൂപയ്ക്ക് കിട്ടിയതായിരുന്നു. അങ്ങനെ ഇത് നമ്മൾ വീട്ടിലേക്ക് കൊണ്ടുവന്ന് ഇതിൻ്റെ കംപ്ലയിൻറ്റുകളൊക്കെ പരിഹരിച്ചും വർക്കിംഗ് കണ്ടീഷൻ ആക്കി എടുത്തിട്ടുണ്ട്. അതുപോലെ ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽ വീഡിയോ നമ്മുടെ മെയിൻ യൂട്യൂബ് ചാനലാണ് ചെയ്തേക്കുന്നത്. ടെക് ഓട്ടോമോട്ടീവ് ബൈ ഷിനു. ഈ ചാനൽ നോക്കിയാൽ മതി. അപ്പോൾ ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.